നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ് ഇനി ഒരിക്കലും മിസ്സാവില്ല. ഇപ്പോൾ C5 കാണും നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ് തികച്ചും സൗജന്യമായി. ഞാനിവിടെ ഉണ്ട്. ഇത്രയൊക്കെ ആയ സ്ഥിതിക്ക് ഇനിയെങ്കിലും അമ്മ ഒരു കാര്യം പറഞ്ഞ അത് നല്ലതാണോ ചീത്തയാണോ എന്ന് മോളൊന്ന് ആലോചിക്കോ? എന്റെ വിചാരത്തിലും വിശ്വാസത്തിലും പ്രധാനമായിട്ട് നീ ഒരു തെറ്റേ ചെയ്തിട്ടുള്ളൂ. ഒരേ ഒരു തെറ്റ്. എല്ലാ പ്രശ്നങ്ങൾക്കും ഒറ്റയ്ക്ക് പരിഹാരം കാണാമെന്നുള്ള നിന്റെ അനാവശ്യ വാശി, അതിനുള്ള പിടച്ചടിച്ചിൽ, അതുമാത്രം. ലോകത്ത് ഒരു മനുഷ്യർക്കും പ്രശ്നങ്ങൾ ഒഴിഞ്ഞ ജീവിതം കിട്ടിയിട്ടില്ല. ഒരു ദാമ്പത്യവും കലഹം കൂടിച്ചേരലില്ലാതെ മുന്നോട്ടു പോയിട്ടില്ല. അതാണ് മനുഷ്യ ജീവിതത്തിന്റെ രസതന്ത്രം തന്നെ. നമ്മൾ പക്ഷേ അതിനെ നേരിടേണ്ടത് ഒറ്റയ്ക്കാണെന്നുള്ള അഭിപ്രായമൊന്നും എനിക്കില്ല. മറിച്ച് ഇരട്ടയ്ക്ക. ഭാര്യ ഭർത്താവുമായും ഭർത്താവ് ഭാര്യയുമായി ചേർന്ന് ഇരട്ടയ്ക്ക്. അപ്പോഴേ അതിന് പരിഹാരമാകൂ. അപ്പോഴേ നമുക്ക് കരച്ചിലൊഴിഞ്ഞ് സമാധാനമായിട്ടൊരു ജീവിതം കിട്ടും. അപ്പം നിനക്ക് തോന്നും ശാരദ ഒറ്റയ്ക്കല്ലേ 3 പെൺമക്കളെയും കൊണ്ട് ജീവിതം ഒറ്റയ്ക്ക് ജീവിച്ചതെന്ന്. ശരിയാണ്. പക്ഷെ അത് നിവൃത്തികേടുകൊണ്ട് ചെയ്തു പോയതാ, അല്ലാതെ സ്വയം ആഗ്രഹിച്ചിട്ടല്ല. എത്ര വലുതും മഹത്തരവുമാണെന്ന് പറഞ്ഞാലും അതിനൊരു കുറവുണ്ടാവും. തീർച്ചയാ. ഞാനപ്പൊ എന്ത് ചെയ്യണമെന്ന് അമ്മ പറയുന്നേ? തുറന്ന് സംസാരിക്കണം വിഷ്ണുവായിട്ട്. അവൻ നിന്റെ ഭർത്താവും 2 കുട്ടികളുടെ അച്ഛനുമാണ്. നിന്റെ ജീവിതത്തിൽ എന്ത് നടന്നു, എങ്ങനെ നടന്നു, എന്തുകൊണ്ട് നടന്നു എന്നൊക്കെ അവനും അറിയട്ടെ. അപ്പോഴേ അവന് മനസ്സിലാകൂ നീ ചെയ്ത ത്യാഗം എന്താണെന്ന്. അപ്പോഴേ അവന് മനസ്സിലാകൂ അവൻ നിന്നെ എന്തുകൊണ്ടാണ് തെറ്റിദ്ധരിച്ചതെന്ന്. അപ്പോഴേ അവന് നിന്റെ മനസ്സിന്റെയും പ്രവൃത്തിയുടെയും ശക്തിയും സൗന്ദര്യവും ഒക്കെ തിരിച്ചറിയാനാകൂ. മോളെ, വിഷ്ണുവിനോട് നീ തുറന്ന് സംസാരിക്ക്. എല്ലാം ശരിയാകും, എനിക്കുറപ്പുണ്ട്. ആ ശാലിനി, നീ ഇറങ്ങ്. നമുക്ക് ഉടനെ ഒരു വക്കീലിനെ പോയി കാണണം. ഒപ്പം DGPയെയും. ഒരു ഭാര്യ ജീവിച്ചിരിക്കുമ്പോ മകനെ കൊണ്ട് മറ്റൊരു കല്യാണം നടത്തുന്ന സത്യഭാമയെ ഇന്ന് തന്നെ അറസ്റ്റ് ചെയ്യിച്ചേ പറ്റൂ. നമുക്ക് ഇപ്പൊ തന്നെ ഇറങ്ങാം. ഒന്നേ ഗോപാലട്ട, അതൊക്കെ നമുക്ക് പിന്നീട് ആലോചിക്കാം. കാര്യങ്ങള് ഞാനിവളെ പറഞ്ഞു മനസ്സിലാക്കിയിട്ടുണ്ട്. ഇപ്പോ അവൾക്ക് ചിന്തിക്കാൻ അല്പസമയം കൊടുക്ക്. ഉചിതമായ തീരുമാനം അവള് തന്നെ സ്വയം എടുത്തോളും. അല്ല, ഞാൻ പറയുന്നത് എന്തായാലും ഇത്രയും ക്ഷമിച്ചില്ലേ, അല്പസമയം കൂടി ഒന്ന് ക്ഷമിക്ക്. ശാരദ, അത് ഗോപാലട്ട. ഹലോ. ആ പറയൂ സാർ. അമ്മ പറയുന്നത് ശരിയായിരിക്കും. എന്റെ ഏറ്റവും വലിയ തെറ്റ് രാത്രി ഞാൻ വരും. ഒന്ന് സംസാരിക്കാൻ പറ്റുമോ? വരണം വിഷ്ണുവേട്ട, നമുക്ക് സംസാരിക്കണം. അമ്മ പറഞ്ഞ കുറ്റങ്ങള് ഈ രാത്രി എനിക്ക് പരിഹരിക്കണം.
എന്നാലേ എല്ലാം ശരിയാവൂ. വിഷ്ണുട്ടാ, ഞാനിവിടെ ഉണ്ട്. അച്ഛൻ ഉറങ്ങിയിട്ടില്ല. മെസ്സേജില് രാത്രിയെ കാണാൻ വരുന്നെന്നറിഞ്ഞപ്പോ ഇത് സംസാരിക്കാൻ പറ്റിയ സ്ഥലവും തോന്നി. വിരോധമില്ലെങ്കിൽ അകത്തേക്ക് വരാം. വിരോധമുണ്ട് ഇങ്ങനെ സംസാരിക്കുന്നതിനോട്. ഇങ്ങനെ ഫോർമാലിറ്റി സംസാരിക്കുന്ന ശാലിനി മാഡത്തിനെ കാണാനല്ല ഞാൻ വന്നത്. പണ്ട് പകലൊരു പൂമഴയില് ആദ്യമായിട്ട് ഞാൻ കണ്ട് ഇഷ്ടപ്പെട്ടു പോയ എന്റെ ശാലിനിയെ കാണാനാ. ഡൗൺലോഡ് ചെയ്യൂ C5 ആപ്പ്. കാണൂ എല്ലാ എപ്പിസോഡുകളും സൗജന്യമായി.